എടി ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെടി? അടിപൊളിയല്ലേ? ഞാനത് പറയാതിരിക്കുമായിരുന്നു. നിനക്ക് ഇത് ഒട്ടും ചേരുന്നില്ല കേട്ടോ. ആണല്ലേ? എന്നാ ഇനി ഞാനിത് ഇടുന്നില്ലടി. അതാ നല്ലത്. ഹായ്, ഇവള് കൊള്ളൂലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയാണെന്നല്ലേ? പക്ഷെ എനിക്ക് വയ്യ. ഇവള് കൊള്ളൂലെന്ന് പറയുന്ന എല്ലാം നല്ലതും, നല്ലതാന്ന് പറയുന്ന എല്ലാം കൊള്ളൂലാത്തതും ആയിരിക്കും. എടാ നീ ഇനി സ്പ്രേ അടിച്ചിട്ട് വരല്ലേ? ഇതിന്റെ സ്മെല്ല് കാരണം എനിക്ക് തലവേദന എടുക്കുവാടി. ഇല്ലടി, ഇനി അടിക്കത്തില്ല. അയ്യടി മോളെ, ഇനി ഞാൻ എവിടെ പോയാലും ഈ സ്പ്രേ മാത്രം അടിക്കൂ. എടി പിന്നെ നിന്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈല് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ആണോ? താങ്ക് യു. എന്നും ഇതേപോലെ കെട്ടിയാ മതിയടി. ഓക്കെ ഡി. അയ്യ, അപ്പൊ ഈ ഹെയർ സ്റ്റൈല് കൊള്ളൂലല്ലേ? എന്നാ ഞാൻ ഇനി ഇങ്ങനെ മുടി കെട്ടുന്നേ ഇല്ല. ഈ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് വരുവോടി? അയ്യേ, ഇതൊന്നും വരത്തില്ലടി. നീ എന്തിനാ അതൊക്കെ വെറുതെ പഠിക്കുന്നേ? ആണല്ലേ? അയ്യടി മോളെ, എന്നാ പിന്നെ ഇത് പഠിച്ചിട്ട് തന്നെ കാര്യം. എടി, മഞ്ഞൾ വാങ്ങിയിട്ട് അരച്ച് മുഖത്ത് തേക്കുന്നതാണോ നല്ലത്, മഞ്ഞളുടെ പൊടി വാങ്ങിയിട്ട് അരച്ച് മുഖത്ത് വെക്കുന്നതാണോ നല്ലത്? മഞ്ഞളൊന്നും മുഖത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ലടി. നിനക്ക് അത്ര നിർബന്ധമാണേലും കറിക്കിടുന്ന മഞ്ഞപ്പൊടി തേച്ചോ. ആണല്ലേ? മണ്ടി വിശ്വസിച്ച്. നിന്റെ അപ്പൂപ്പൻ വിശ്വസിച്ചു. കറിക്കിടുന്ന മഞ്ഞപ്പൊടി നിന്റെ അമ്മൂമ്മയ്ക്ക് തേച്ചു കൊടുക്കും.